ആഷിക്കയുടെ കോസ്റ്റ്യൂം കണ്ടപ്പോഴേ ഞാൻ വിചാരിച്ചു ഇതെന്തോ ഒരു സംഭവം ഇവിടെ കലക്കാനുള്ള തയ്യാറെടുപ്പാണെന്ന് എനിക്ക് തോന്നി. പക്ഷെ ആ വേഷത്തിന്റെ മേലെ ആഷിക്ക പാടി എന്നുള്ളതാണ്. ഓരോ പാട്ടിന് അതിൻ്റെതായിട്ടുള്ള സ്റ്റൈലുകളുണ്ട്. ഈ പാട്ടിന് ഏറ്റവും അനുയോജ്യമായിട്ട് ആ വാക്കുകളൊന്നുമല്ല ഉപയോഗിക്കുന്ന, ഇംഗ്ലീഷിലൊക്കെ പറയണത് കുറച്ചൊരു ഇംഗ്ലീഷ് സ്റ്റൈലുള്ളത്, അതിപ്പോൾ വേണ്ട. എങ്കിലും ഒരു രക്ഷയില്ലാത്ത എക്സ്പ്രഷൻസ് ആയിരുന്നു കേട്ടോ. ആ സ്ലാങ്, ആ പാടുന്ന രീതി, പിന്നെ ഈ നോട്ടുകളൊക്കെ ഹൈയിലും താഴത്തൊക്കെ ഒരുപാട് പോകുന്നുണ്ട്. അതൊക്കെ പെർഫെക്റ്റ് ആയിട്ട് പിച്ച് ചെയ്യുന്നു. പിന്നെ അതിൻ്റെ നുവാൻസസ്. ഇതാണോ ജോണർ ഏറ്റവും ഇഷ്ടം പാട്ടുകളിൽ? അങ്ങനെയല്ല, എല്ലാം ഇഷ്ടമാണ്. പക്ഷെ എന്തായാലും ഇത് ഒരു രക്ഷയില്ലാണ്ട് പാടിയിട്ടുണ്ട് കേട്ടോ. ഒരിക്കലും കണ്ടു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ പാടുന്നു തോന്നില്ല കേട്ടോ. ഒരു പാവം കൊച്ചു ഇങ്ങനെ വന്ന് ചെയ്യുന്നുണ്ട്. പിന്നെ പക്ഷെ സ്റ്റേജിൽ കയറിയിട്ടല്ലേ തട്ട് കണ്ടാ മട്ട് മാറും. പിന്നെ ഈ മാമന്മാര് എന്താണിത്, അവരുടെ പെർഫോമൻസ് മോനെ ഇതാണോ മൈനസ് ആണോ? അവർ പാടി തന്നെയാണോ? ഓ, നമ്മൾ റെക്കോർഡിങ്ങിലൊക്കെ ഉപയോഗിക്കാമല്ലോ. പെർഫെക്റ്റ്, ഒന്നും പറയാനില്ല. അത്ര എനിക്കിഷ്ടമായി കേട്ടോ. അടിപൊളി. മെലഡി പാടുമ്പോഴും ഇതേപോലെ തന്നെ ഞങ്ങളെ കൊണ്ട് പറയിപ്പിക്കണം. ഓക്കെ, അത് വേറെയാണ്. ഓക്കെ ഓക്കെ അല്ലേ? ആ ശരി. മഞ്ജരി, ആഷിക, ആഷിക്ക് ഞാൻ അവിടെ വന്നിട്ടൊരു ഷെയ്ക്കാൻഡ് തരാം. ഓ, ആഷിക്കയുടെ പെർഫോമൻസ് ഭയങ്കര ക്യൂട്ടായിട്ട് തോന്നി. ക്യൂട്ട് പെർഫോമൻസ് മോളെ, ഗംഭീരായിരുന്നു. എസ്പെഷ്യലി ആദ്യം ആ മാമന്മാരെ വിളിച്ച ഒരു മാമയുണ്ടല്ലോ, ഭയങ്കര ക്യൂട്ടായിരുന്നു. ഞാൻ ആദ്യം വെച്ചത് ഇനി റെക്കോർഡാണോ എന്നുള്ള ഒരു സംശയം ഉണ്ടായിരുന്നു. കാരണം ആ ഒരു വോയിസ് ടോണ്, മോളുടെ വോയിസ് ടോണ് സൂപ്പർ ടോണാണ്. അത് വെച്ചാൽ ഫുൾ പാട്ടിൽ ത്രൂ ഔട്ട് ഒരേ ഒരു ടോണ്, ഭയങ്കര സ്വീറ്റ് ആയിട്ടുള്ള ഒരു ടോണ്, നല്ല ശബ്ദം. പിന്നെ ഇതെന്തോ മോൾക്ക് വേണ്ടി ഉണ്ടാക്കിയൊരു പാട്ട് പോലെ എനിക്ക് തോന്നിയത്. അതുപോലെ എങ്ങനെ സുഖമായിട്ട് ഇങ്ങനെ ഓ മാമ ഞാൻ വിചാരിച്ചു കുറച്ച് അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ട് പാട്ടില്, ഒന്ന് ടെൻഷൻ അടിച്ച് പോവെന്നൊക്കെ വിചാരിച്ചു. ഒരു കുഴപ്പമില്ലായിരുന്നു. ഇല്ല, എന്നെ ഒന്നും തൊടാൻ പറ്റില്ല എന്നുള്ള ഇതിലാണ് പാടിയത്. പിന്നെ ഈ കുട്ടി ഇത്രയും ഭംഗിയായിട്ട് പാടുമ്പോ എനിക്ക് ആ 3 മാമന്മാരെ ഒന്ന് കാണണമെന്നുണ്ട്. ഒരുപാട് സ്നേഹത്തോടെ 3 മാമന്മാരെ ഞാൻ ഇങ്ങോട്ടേക്ക് വിളിക്കുന്നു. നിങ്ങൾ 3 പേരും ഒരു അയ്യപ്പ സൂപ്പർ എന്ന് പറയല്ലേ ഇവിടെ സാം. കാരണം ഇത്രയും മനോഹരമായ ഒരു കോറസ്, 3 വ്യത്യസ്തമായ ശബ്ദങ്ങളാണ്. ഞാൻ പ്രേക്ഷകരെ അറിയിക്കാൻ വേണ്ടി പറയും, ഇവര് 3 പേർക്കും 3 ശബ്ദങ്ങളാണ്. അത് വേണമെങ്കിൽ ഒരു ലൈൻ 3 പേര് ഒരു ലൈന് ഒരാള് ഒറ്റയ്ക്ക് ആദ്യം പാടുക, എന്നിട്ട് ഒരുമിച്ച് നെക്സ്റ്റ് ഓ മാമ ചന്ദമാമ, ഓ മാമ ചന്ദമാമ. നെക്സ്റ്റ് ഓ മാമ ചന്ദമാമ, ഓ മാമ ചന്ദമാമ. ഒരുമിച്ച് ഓ മാമ ചന്ദമാമ, ഓ മാമ ചന്ദമാമ. അതാണ് വോയിസ് ഓഫ് കേരള. ഈ വോയിസസ് 3 ഡിഫറെന്റ് വോയിസസ് ആണ് പ്രേക്ഷകരെ. എന്നാലും അത് ഒരുമിച്ച് വന്നപ്പോൾ അതിൻ്റെ ഒരു മാജിക് കണ്ടോ. ഞാൻ സത്യത്തിൽ വിചാരിച്ചു റെക്കോർഡ് പ്ലേ ചെയ്തതാണെന്ന്. ഈ ഒരു പാട്ട് അങ്ങനെ തോന്നിച്ചു. മോള് പാടിയതായാലും 3 കോറസ് മാമന്മാർ പാടിയതാണെങ്കിലും വമ്പിച്ച പെർഫോമൻസ് ആയിരുന്നു. ഫാന്റാസ്റ്റിക്. ഇതുപോലെയാണ് ഇനി എല്ലാവരും പെർഫോം ചെയ്യാൻ പോകുന്നത്. സോ എല്ലാവരും കീപ് വാച്ചിങ്. അപ്പോ മക്കളെ ഇപ്രാവശ്യം മാർക്കില്ല കേട്ടോ. ഞാൻ മാമന്മാരെ പറഞ്ഞു വിടട്ടെ. ബൈ മാമ, മാമ ബൈ മാമ. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.